എല്ലാവർക്കും നമസ്കാരം. AZB അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീക്ക്ലി കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് കറണ്ട് അഫെയർസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വീക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പറയേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു അവാർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ഇത് ലഭിച്ചത് എം ലീലാവതിക്കാണ്. നിരൂപകയായിട്ടുള്ള എം ലീലാവതി 55,555 രൂപയും ഭട്ടതിരി രൂപകൽപ്പന ചെയ്ത ഫലകവും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. അപ്പോൾ കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ആൻസർ നിരൂപകയായിട്ടുള്ള എം ലീലാവതിക്കാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. എത്ര രൂപയാണ്? ഒരു ഫാൻസി നമ്പറാണ് 555 അല്ലേ? 55,555 രൂപയാണ്. ലോകത്തിൽ 90% മക്കാന ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? എന്താണ് മക്കാന? കഴിച്ചിട്ടില്ലേ മക്കാന? മക്കാന എന്ന് പറയുന്നത് ഒരു വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ നെയ്യിലൊക്കെ റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കുന്നതാണ്. ഇത് താമര വിത്താണ് മക്കാന. ഈ 90% ഉൽപ്പാദിപ്പിക്കുന്നത് ബീഹാർ. അപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മക്കാന ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എവിടെ എന്ന് ചോദിച്ചാൽ ആൻസർ ബീഹാർ. ഇന്ത്യയായി അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർ. സസ്യാഹാരികളുടെ പ്രോട്ടീനാണ് മക്കാന. താമര വിത്താണിത്. ഫോക്സ് നട്ട്സ് എന്നും ഇത് വിളിക്കപ്പെടുന്നു. ഫോക്സ് നട്ട്സ് എന്നും വിളിക്കുന്നു. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. കൊല്ലത്താണ് ഉദ്ഘാടനം ചെയ്തത്. ടൂറിസം വകുപ്പ് മന്ത്രിയാണ് മുഹമ്മദ് റിയാസ്. അപ്പോൾ സംസ്ഥാനത്തുള്ള ആദ്യ വി പാർക്ക്, ആദ്യമായിട്ടാണ് ഒരു വി പാർക്ക് കൊണ്ടുവന്നത്. റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. ക്ലിയർ ആണ്? തുഹിൻ കാന്ത പാണ്ഡെ. ആരാണ് തുഹിൻ കാന്ത പാണ്ഡെ? തുഹിൻ കാന്ത പാണ്ഡെ ഇദ്ദേഹം സെബിയുടെ മേധാവിയാണ്. തുഹിൻ കാന്ത പാണ്ഡെയാണ് സെബിയുടെ മേധാവി. 3 വർഷത്തേക്കാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ നിയമിച്ചത്. ഇദ്ദേഹം 11ാമത്തെ ചെയർമാനാണ്. സെബിയുടെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാം. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം. എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി. സെബിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? തുഹിൻ കാന്ത പാണ്ഡെ. എത്ര നാളത്തേക്കാണ് നിയമിച്ചേക്കുന്നത്? 11ാമത്തെ ചെയർമാനായി 3 വർഷത്തേക്ക് നിയമിച്ചിരിക്കുന്നു. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി വന്ന ആപ്പാണ് ശൈലി ആപ്പ്. അപ്പോൾ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ? നമ്മളുടെ ജീവിതത്തിൻ്റെ ശൈലികൾ കൊണ്ടുണ്ടാകുന്ന രോഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ ദിവസവും നല്ല രീതിയിൽ എണ്ണയും കൊഴുപ്പും ഒക്കെ കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? കൊളസ്ട്രോൾ ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ രീതി കൊണ്ടുണ്ടാകുന്നതാണ്. അല്ലെങ്കിൽ പ്രഷർ നമ്മളുടെ കൂടും. അതല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര കൂടുതൽ കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഷുഗർ ഉണ്ടാകും. ഡയബറ്റീസ് മെലിറ്റസ്. ഇപ്പോൾ ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിൻ്റെ രീതി, ഭയങ്കര ഫുഡി ആണെങ്കിൽ പൊണ്ണത്തടി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ജീവിതത്തിൻ്റെ രീതി കാരണം നമുക്ക് പല രോഗങ്ങളുണ്ടാകും. ഇതിനെയാണ് ജീവിതശൈലി രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തടയുന്നതിന് വേണ്ടി ഒരു ആപ്പ് കൊണ്ടുവന്നു. ഈ ആപ്പിൻ്റെ പേരാണ് ശൈലി ആപ്പ്. ശൈലി ജീവിതശൈലി അല്ലേ? അപ്പോൾ ആൻസർ ശൈലി ആപ്പ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഫിഡെ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ 3ാമതെത്തി ഗുഗേഷ്. ഫിഡെ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്സിൻ്റെ അന്താരാഷ്ട്ര സംഘടനയാണ് ഫിഡെ.
അപ്പോൾ ഇതിൽ മൂന്നാമത് എത്തിയത് ആരാണ് ഈ റാങ്കിങ്ങിൽ, പുതിയ റാങ്കിങ്ങിൽ മൂന്നാമതെത്തിയത് ഡി ഗുഗേഷ് ആണ് ഈ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയത്. എന്താണ് ഫുൾ ഫോം? ഫെഡറേഷൻ ഇന്റർനാഷണലെ ഡെസ് HS. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. നമുക്കിതിനെ വേറൊരു രീതിയിൽ പറയാം, ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ എന്ന് പറയാം. ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ എന്ന് പറയാം. ഇതാണ് FIDE, ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ. അപ്പോൾ ലോകത്ത് ചെസ് ചാമ്പ്യൻ കരിയർ ഏറ്റവും മികച്ച റാങ്ക് നോക്കുമ്പോൾ നമ്മുടെ ഡി ഗുഗേഷ്, നിലവിലെ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുഗേഷ് മൂന്നാം സ്ഥാനത്താണ്. അപ്പോൾ ലോക ചെസ് സംഘടനയാണ് FIDE, ഇന്റർനാഷണൽ ചെസ് ഫെഡറേഷൻ എന്നാണ് പേര്. ഡി ഗുഗേഷ് ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ. 18-ാം വയസ്സിൽ തന്നെയാണ് ഇദ്ദേഹം ചെസ് മാസ്റ്ററായി മാറിയത്. ഇനി ഇതിൽ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഡിങ് ലിറനെ തോൽപ്പിച്ച് ലോക ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കുന്നു ഗുഗേഷ്. അപ്പോൾ 10 പോയിന്റ് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് മൂന്നാം സ്ഥാനം ലഭിച്ചത്. തമിഴ്നാട്ടുകാരനാണ് ഡി ഗുഗേഷ്. ഒന്നാം സ്ഥാനം കുറേ നാളായി ചാമ്പ്യനായിരുന്ന മാഗ്നസ് കാൾസനാണ്. രണ്ടാം സ്ഥാനം US-ന്റെ ഹിക്കായ നക്കാമുറ എന്ന വ്യക്തിയാണ്, US. ഒന്നാം സ്ഥാനം മാഗ്നസ് കാൾസൺ ആണ്. നോർവേക്കാരനായ മാഗ്നസ് കാൾസൺ ആണ് ഒന്നാം സ്ഥാനം, നോർവേക്കാരനാണ്. രണ്ടാമത് US, മൂന്നാം സ്ഥാനം ഇന്ത്യക്കാരനായ ഡി ഗുഗേഷ്. ഇനി വേറെയും മുന്നിലുള്ള ഇന്ത്യക്കാരുണ്ട്. ആദ്യ 10-ൽ വരുന്ന ഇന്ത്യക്കാര് ആരാണ്? അതിലൊരാള് നമ്മുടെ ആർ പ്രജ്ഞാനന്ദയാണ്. ആർ പ്രജ്ഞാനന്ദ എല്ലാവർക്കും അറിയാം. ആർ പ്രജ്ഞാനന്ദ 8-ാം സ്ഥാനത്താണ്. ആർ പ്രജ്ഞാനന്ദ 10-നുള്ളിലാണ്, അതായത് 8-ാം സ്ഥാനത്താണ്. ക്ലിയർ ആണ്? 8-ാം സ്ഥാനത്താണ്. ഇനി അർജുൻ എന്ന വ്യക്തിയുണ്ട്. അർജുൻ 5-ാം സ്ഥാനത്തുണ്ട്. അർജുൻ. ഇനി AZB അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ ഇനിയുമുണ്ടെങ്കിൽ എത്രയും വേഗം ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ AZB അക്കാദമി നിങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് ഡി റെയിൽവേയുടെ വിജ്ഞാപനം വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു എക്സ്ക്ലൂസീവ് ഗ്രൂപ്പ് ഡിയുടെ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. 32,000-ലധികം ഒഴിവുകളുള്ള ഈ ഗ്രൂപ്പ് ഡി SLC യോഗ്യത നേടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് ജോബാണ്. അപ്പോൾ AZB അക്കാദമിയിലൂടെ മികച്ച ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഇവിടെ ഉള്ളത്. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് PSC ജോബ് മതി, കേരള ഗവൺമെൻറ്റിൻ്റെ ജോബ് മതി എങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഗവൺമെൻറ് ജോലി ഉറപ്പ് നൽകുന്ന സ്പെഷ്യൽ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ പേരാണ് ലക്ഷ്യം 2025. ഡെയിലി നമുക്ക് സ്റ്റഡി ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളുണ്ട്. ഡെയിലി എക്സാംസും വീക്ക്ലി എക്സാംസും ഉണ്ട്. മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്. സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളുണ്ട്. മോട്ടിവേഷൻസ് ഉണ്ട്. OMR പ്രാക്ടീസ് ഉണ്ട്. റിവിഷൻ ക്ലാസ് ഉണ്ട്. കമ്പൈൻഡ് സ്റ്റഡി ഉണ്ട്. അപ്പോൾ മികച്ച രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടി AZB അക്കാദമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായ സ്റ്റഡി ടൈം ടേബിളിലൂടെ ടോപ്പിക് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും ലൈവ് PDF ക്ലാസ്സുകളും ഒക്കെയുണ്ട്. റെക്കോർഡ് ക്ലാസ് ഉണ്ട്. ഏത് സമയത്തും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റും. PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സ്പെഷ്യൽ നോട്ട്സിൻ്റെ ഒന്നും ആവശ്യമില്ല. PDF ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എത്തുന്നതാണ്. മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാക്ടീസുമുണ്ട്.
അപ്പോൾ നിങ്ങൾ AZB അക്കാദമി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി ഈ നമ്പറിൽ വിളിക്കാം, വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. കേരളത്തെ വീഴ്ത്തി വിദർഭയ്ക്ക് 3ാം രഞ്ജി കിരീടം. അപ്പോൾ രഞ്ജി കിരീടം 3ാമതും നേടുന്നത് ആരാണ്? വിദർഭ. രഞ്ജി ട്രോഫിയിലെ കന്നി ഫൈനൽ എന്ന ചരിത്ര നേട്ടമായിരുന്നു നമ്മുടെ കേരളം. കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളൊരു ട്രോഫി നേടാനായിട്ട് ഇങ്ങനെ പോയതാണ്. പക്ഷെ വിദർഭ അനുവദിച്ചില്ല. വിദർഭ 1ാം സ്ഥാനമായിട്ട് പോയി. അപ്പോൾ സെക്കൻഡ് സ്ഥാനം അല്ലെങ്കിൽ റണ്ണറപ്പ് സ്ഥാനം നമുക്ക് ഫൈനലിലോട്ടൊന്ന് കടക്കാൻ പറ്റിയില്ല. ഫൈനലിലോട്ട് കടക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ 1ാം ഇന്നിങ്സ് ലീഡിൽ രഞ്ജി കിരീടം തിരിച്ചുപിടിച്ച് വിദർഭ ആരായി? കേരളത്തെ വീഴ്ത്തി 3ാം രഞ്ജി കിരീടം സ്വന്തമാക്കി. വിദർഭയുടെ 3ാമത്തെ രഞ്ജി കിരീടമാണ്. വിദർഭയുടെ ഡാനിഷ് മലേവ് പ്ലെയർ ഓഫ് ദി മാച്ച്, ഹർഷ് ദുബൈ പ്ലെയർ ഓഫ് ദി സീരീസുമായി. അപ്പോൾ രഞ്ജി കിരീടം ഈ പ്രാവശ്യം കൊണ്ടുപോയത് ആരാണ്? ടീം വിദർഭയാണ്. രഞ്ജി കിരീടം കൊണ്ടുപോയ വിദർഭ 3ാമത്തെ കിരീടമാണ്. ഈ ഒരു രഞ്ജി കിരീടം വിദർഭ സ്വന്തമാക്കുന്നത്. വിദർഭയുടെ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ലഭിച്ചത് ഡാനിഷ് മലേവർ. ഹർഷ് ദുബൈക്കാണ് പ്ലെയർ ഓഫ് ദ സീരീസ് പുരസ്കാരം ലഭിച്ചത്. കേരള ക്യാപ്റ്റൻ ആരായിരുന്നു? സച്ചിൻ ബേബി. കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി. ഇംഗ്ലീഷ് യുഎസിൻ്റെ ദേശീയ ഭാഷയാകുന്നു. ഇംഗ്ലീഷ് യുഎസിൻ്റെ ദേശീയ ഭാഷയാകുന്നു. ആരാണ് ഇതുമായി മുന്നിട്ട് പ്രഖ്യാപനം നടത്തിയത്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ് കൂടുതൽ പ്രഖ്യാപനവുമായി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ നമുക്കറിയേണ്ടത് ഇംഗ്ലീഷ് എന്തിൻ്റെ ദേശീയ ഭാഷയാകുന്നു? US-ൻ്റെ ദേശീയ ഭാഷയാകുന്നു. ക്ലിയർ ആണ്? ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. 97ാമത് ഓസ്കാർ പുരസ്കാരത്തെ കുറിച്ചാണ് ഇനി പറയേണ്ടത്. 97ാമത് ഓസ്കാർ പുരസ്കാരം മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ. അനോറ എന്ന ചിത്രത്തിനാണ് മികച്ച സംവിധായകനായി ഷോൺ ബേക്കർ മാറിയത്. മികച്ച സംവിധായകൻ ആരാണ്? ഷോൺ ബേക്കർ. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ. ഈ അനോറ എന്ന ചിത്രത്തിന് നമ്മുടെ 2025 ഓസ്കാറിൽ 5 പുരസ്കാരങ്ങളാണ് ലഭിച്ചത്. മികച്ച സംവിധായകനായിരുന്നു, മികച്ച സിനിമ, മികച്ച നടി ഉൾപ്പെടെ 5 പുരസ്കാരങ്ങൾ ലഭിച്ചു. അപ്പോൾ 97ാമത് ഓസ്കാർ പുരസ്കാരമാണ് 2025. മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ. അനോറ എന്ന ചിത്രം. മികച്ച നടൻ ആഡ്രിയൻ ബ്രോഡിയ. ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ ആഡ്രിയൻ ബ്രോഡിയാണ്. മികച്ച നടി അനോറ എന്ന ചിത്രമാണ്. നടിയുടെ പേര് മൈക്കി മാഡിസൺ. അനോറ മൈക്കി മാഡിസൺ ആണ്. അപ്പോൾ മികച്ച നടി ആര്? അനോറ എന്ന ചിത്രമാണ്. മൈക്കി മാഡിസൺ. അപ്പോൾ മൈക്ക് കണ്ട മാഡ് ആകുന്ന ഒരു നടി മൈക്കി മാഡിസൺ. മികച്ച സംവിധായകനോ? ഒരു ബേക്കറാണ്. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ഒരു ബേക്കറാണ്. അനോറ എന്ന ചിത്രമാണ് ബേക്ക് ചെയ്തെടുത്തത്. നമ്മളിത് ചുമ്മാ ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. മികച്ച നടനാരാണ്? ആഡ്രിയാൻ ബ്രോഡിയാണ് അല്ലേ? റൗഡി എന്നൊക്കെ പറയുന്ന പോലെ ദ ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രം ആഡ്രിയാൻ ബ്രോഡി. ഇനി മികച്ച ഡോക്യുമെൻ്ററി ഏതാണ്? നോ അതർ ലാൻഡ് ആണ് മികച്ച ഡോക്യുമെൻ്ററി. നോ അതർ ലാൻഡ് ആണ് മികച്ച ഡോക്യുമെൻ്ററി. ഈ ഓസ്കാർ അനോറയ്ക്ക് 5 പുരസ്കാരമാണ് ലഭിച്ചത്.
മികച്ച നടൻ, മികച്ച നടി, മികച്ച നടനില്ല, മികച്ച സംവിധായകൻ, മികച്ച നടി, മികച്ച സിനിമ ഉൾപ്പെടെ 5 ഏറ്റവും മികച്ച പുരസ്കാരങ്ങൾ തന്നെ അനൂറ സ്വന്തമാക്കി. അപ്പോൾ മികച്ച സംവിധായകൻ ആരാണ്? സംവിധായകൻ അനൂറ എന്ന ചിത്രത്തിൽ ഷോൺ ബേക്കർ. നടി മൈക്കി മാഡിസൺ. നടനോ അഡ്രിയാൻ ബ്രോഡി. നോ അതർലാൻഡ് ആണ് മികച്ച ഡോക്യുമെൻ്ററി. മികച്ച സഹനടൻ എ റിയൽ പെയിൻ എന്ന ചിത്രത്തിൽ കീറൻ കൈൽ കുൽക്കിന. കീറിപ്പോയി അല്ലേ? കീറൻ കൈൽ കുൽക്കിൻ. മികച്ച ഗാനം എൽമാൻ. മാല്, മാനായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു, ഇത് മാലാണ്. എമിലിയ പെരസ് എന്ന ചിത്രമാണ് എൽ മാൻ. എമിലിയ പെരസ് എന്ന ചിത്രം. AZB അക്കാദമി ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇതൊന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. QR കോഡ് സ്കാൻ ചെയ്യുക. നമ്മുടെ ആപ്പ് ലൈവ് കോഴ്സ് ഉണ്ട്, ടെസ്റ്റ് സീരീസ് ഉണ്ട്, റെക്കോർഡഡ് കോഴ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ യൂണിഫോം തസ്തികയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മികച്ച ഒരവസരമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർ, CPO, വുമൻ CPO, മെയിൽ CPO, കോൺസ്റ്റബിൾ, പോലീസ് ഓഫീസർ, SI എന്ന ഡിഗ്രി ലെവൽ പോസ്റ്റ്, ബീറ്റ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഫയർമാൻ തുടങ്ങി നിരവധി യൂണിഫോം തസ്തികകൾക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ സെല്യൂട്ട് എന്ന ഒരു ബാച്ചാണ് AZB അക്കാദമി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, മെന്റർഷിപ്പ്, സ്കൂൾ ബുക്ക് ബേസ്ഡ് ക്ലാസ്, എക്സാംസ് ഒക്കെയുണ്ട്. ഈ ബാച്ചിൻ്റെ പ്രൈസ് 4000 രൂപയാണ്. ഇപ്പോൾ ഒരു 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോഴത്തെ പ്രൈസ് 1999 രൂപയാണ്. ഇത് കൂടാണ്ട് റീജ 20 എന്ന കോഡ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഇനിയും ഒരു 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് കോഴ്സ്. ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാച്ച് കോഴ്സാണ്. ഈ ഒരു കോഴ്സിലെ ലൈവ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ധൈര്യമായിട്ട് AZB അക്കാദമിയെ സമീപിക്കാം. എനി ഡൗട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയക്കാമെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട്. അപ്പോൾ തന്നെ നിങ്ങളെ പുതിയൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. ആ നിമിഷം മുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ AZB അക്കാദമിയുടെ കാണാനും സാധിക്കും. ഇനി എങ്ങനെയാണ് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ അപ്ലൈ നൗ എന്നൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നിങ്ങൾ റീജ 20 എന്ന കോഡ് ഉപയോഗിക്കേണ്ടത്. അന്നേരം ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബാക്ക് ടു കറന്റ് അഫയേഴ്സ്. വെരി ഇമ്പോർട്ടൻറ്റ് കറന്റ് അഫയേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. വേൾഡ് വൈൽഡ് ലൈഫ് ഡേ 2025. ഇന്ത്യ ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് എത്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്? 573 വന്യജീവി സങ്കേതങ്ങൾ. 573 വന്യജീവി സങ്കേതങ്ങൾ. 106 ദേശീയോദ്യാനങ്ങൾ. നാഷണൽ പാർക്കിൻ്റെ എണ്ണം എത്രയാണ്? 106 ദേശീയോദ്യാനങ്ങൾ. 123 കൺസർവേഷൻ റിസർവ്സ്. സംരക്ഷിത മേഖലകൾ 123. 220 കമ്മ്യൂണിറ്റി റിസർവ്സ്. കമ്മ്യൂണിറ്റി റിസർവ്സ് എത്ര എണ്ണം ഉണ്ട്? 220 കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പോൾ ഇന്ത്യയുടെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 573. ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ്? 106. കൺസർവേഷൻ റിസർവ്സിൻ്റെ എണ്ണം എത്രയാണ്? 123.
കമ്മ്യൂണിറ്റി റിസർവ് എത്ര? 220. എന്താണ് കമ്മ്യൂണിറ്റി റിസർവ്? ജനപങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവ്സ്. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ഇനി ലോക വന്യജീവി ദിനം എന്നാണ്. ലോക വന്യജീവി ദിനം മാർച്ച് 3. ലോക വന്യജീവി ദിനമാണ് മാർച്ച് 3. എന്തായിരുന്നു 2025 വന്യജീവി ദിനത്തിൻ്റെ തീം? എന്തായിരുന്നു? വൈൽഡ് ലൈഫ് കൺസർവേഷൻ, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. അപ്പോൾ 2025 വൈൽഡ് ലൈഫ് ഡേ, വന്യജീവി സങ്കേത ദിനം, വന്യജീവി ദിനം മാർച്ച് 3. ഇന്ത്യയിലെ വന്യജീവി എണ്ണം 573. ഇനി സംസ്ഥാനത്ത് ഏറ്റവും അധികം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ആളാണ് ജോർജ് പി എബ്രഹാം. ലേക്ക് ഷോറിലെ, എറണാകുളം ജില്ല ലേക്ക് ഷോറിലെ ഡോക്ടറായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ ആത്മഹത്യ ചെയ്തു. തൻ്റെ 77-ാം വയസ്സിൽ ജോലി ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു. ക്ലിയർ ആണ്? അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം വൃക്ക മാറ്റിവെക്കൽ നടത്തിയ, ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ജോർജ് പി എബ്രഹാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലൈവ് വൃക്ക ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ വ്യക്തി കൂടിയാണ് ജോർജ് പി എബ്രഹാം. ഇനി നമ്മൾ ഒരു അഡിഷനിലേക്ക് പോവുകയാണ്. നവരത്ന പദവി 2 പേർക്ക് കൂടി ലഭിച്ചു. ആകെ ഇപ്പോൾ ഇന്ത്യയിൽ നവരത്ന പദവി ലഭിക്കുന്ന സ്ഥാപനങ്ങൾ 26. റെയിൽവേയുടെ 2 കമ്പനികൾക്ക് കൂടിയാണ് നവരത്ന പദവി ലഭിച്ചത്. ഏതൊക്കെയാണ്? കേന്ദ്ര സർക്കാർ, IRTCക്കും IRFC എന്നീ കമ്പനികൾക്കാണ്. IRTC, IRFC ഈ 2 കമ്പനികൾക്കാണ് എന്ത് കൊടുത്തത്? നവരത്ന പദവി നൽകിയത്. റെയിൽവേയുടെ പുതിയ 2 സ്ഥാപനങ്ങൾക്കാണ് നവരത്ന പദവി ലഭിക്കുന്നത്, IRTCയും IRFC. അങ്ങനെ രാജ്യത്ത് ഇപ്പോൾ നവരത്ന പദവികൾ 26 സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു. ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രനിലിറങ്ങി. സ്വകാര്യ ബഹിരാകാശ ഗവേഷണത്തിൽ നിർണായക നേട്ടം കൈവരിച്ചിരിക്കുന്നു. ചന്ദ്രനിലിറങ്ങുന്ന 2ാമത്തെ സ്വകാര്യ ലാൻഡറാണ് ഫയർഫ്ലൈ എയ്റോസ്പേസിൻ്റെ ബ്ലൂ ഗോസ്റ്റ്. ഫയർഫ്ലൈ എയ്റോസ്പേസിൻ്റെ ബ്ലൂ ഗോസ്റ്റ്. ചന്ദ്രനിൽ സൂര്യോദയത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം പകർത്തി ഈ ഫയർഫ്ലൈ എയ്റോസ്പേസിൻ്റെ ബ്ലൂ ഗോസ്റ്റ് ലാൻഡർ. നാസയുടെ സാങ്കേതിക വിദ്യ, സാമ്പത്തിക സഹായം പിൻബലത്തോടെയാണെങ്കിലും ചന്ദ്രനിൽ തകരാതെ മനോഹരമായി ഒരു ബഹിരാകാശ പേടകം ഇറക്കി കാണിച്ചിരിക്കുന്നു. ഫയർഫ്ലൈ എയ്റോസ്പേസ് എന്ന അമേരിക്കൻ കമ്പനി. അപ്പോൾ ഈ കമ്പനിയുടെ പേരെന്താണ്? ഫയർഫ്ലൈ എയ്റോസ്പേസ് എന്ന കമ്പനിയാണ്. എവിടുത്തെയാണ്? അമേരിക്കയിലാണ്. സ്വകാര്യ കമ്പനിയാണ്. നാസയുടെ ഹെൽപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രനിൽ തകരാതെ മനോഹരമായി കാലുകുത്തുന്നു. സൂര്യോദയത്തിൻ്റെ ചിത്രമൊക്കെ എടുത്തു. ഫയർഫ്ലൈ എയ്റോസ്പേസ് കമ്പനി നെയിമാണ്. ബ്ലൂ ഗോസ്റ്റ് എന്നാണ് ഈ പേടകത്തിൻ്റെ പേര്. ഇനി അടുത്ത ചോദ്യം. കേരളത്തിൽ നിന്ന് 2 വഴികളിലൂടെ ഗ്രീൻ ഹൈഡ്രജൻ പരീക്ഷണം നടത്തുന്നു. ഒന്ന് തിരുവനന്തപുരമാണ്, മറ്റൊന്ന് കൊച്ചിയാണ്. തിരുവനന്തപുരത്തും കൊച്ചി, തിരുവനന്തപുരം ടു കൊച്ചി, അതുപോലെ കൊച്ചി ടു എടപ്പാൾ. ഹരിത കേരള നമ്മുടെ ഇതെന്ന് പറയുന്നത് ഗ്രീൻ ഹൈഡ്രജൻ പരീക്ഷണമാണ്. ഗ്രീൻ ഹൈഡ്രജൻ പരീക്ഷണം എവിടേക്കാണ്? തിരുവനന്തപുരം ടു കൊച്ചി, കൊച്ചി ടു എടപ്പാൾ ഗ്രീൻ ഹൈഡ്രജൻ പരീക്ഷണം. ഇനി മറ്റൊരെണ്ണം വേറൊരു കാര്യമാണ് പറയുന്നത്.
ഇനി ഞാൻ ഒഴുകട്ടെ എന്ന പദ്ധതിയാണ്. നീർച്ചാലുകൾ, ജലസ്രോതസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പേറ്റ തള്ള സഹിക്കാത്ത അവസ്ഥയാണ് അല്ലേ. കരിക്കട്ട കളറിൽ അഴുക്ക് പുരണ്ട് കിടക്കുകയാണ്. ജലസമ്പന്നമാണ് കേരളം, എന്നാൽ ഇപ്പോൾ ഈ ജലമെല്ലാം മലിനീകരിക്കപ്പെട്ടിരിക്കും. ഈ നീർച്ചാലുകൾ, ജലസ്രോതസ്സുകൾ പുനരുജ്ജീവനം ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി നമ്മൾ PSC ഉദ്യോഗാർത്ഥികൾ അറിയുന്നതിന് വേണ്ടി മറ്റൊരു കാര്യം, രാജ്യത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് PSC മ്യൂസിയം വരുന്നു. അപ്പം രാജ്യത്തെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതാണ് PSC ആസ്ഥാനത്ത് തന്നെയാണ് മ്യൂസിയം ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് PSCയുടെ ആസ്ഥാനമുണ്ട്, അവിടെ തന്നെയാണ് ഈ മ്യൂസിയം ഉള്ളത്. ഇനി നമുക്ക് പഴകിയ മരുന്ന് വലിച്ചെറിയരുത്, ഇതാര് സ്വീകരിക്കും? എൻ പ്രൗഡ് സ്വീകരിക്കും. എന്താണ് എൻ പ്രൗഡ്? പഴകിയ മരുന്ന് നശിപ്പിക്കുവാനുള്ള സംവിധാനമാണ്. കളക്ഷൻ സെൻ്ററുകൾ ഉണ്ടായിരിക്കും, അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും. അപ്പോൾ പഴകിയ മരുന്ന് വലിച്ചെറിയരുത്. എൻ പ്രൗഡ് ഗവൺമെൻറ് ഇതിനു വേണ്ടി കൊണ്ടുവന്ന സംരംഭമാണ്. എൻ പ്രൗഡ് ഇത് എടുത്തുകൊണ്ട് പോകും. ഇനി മറ്റൊരു കാര്യമാണ്, വിഴിഞ്ഞം പ്രത്യേകത എന്താണ്? കേരളത്തിലെ തുറമുഖമാണ്, പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെയാണ് തിരമാല ജലവൈദ്യുത പദ്ധതി ഉള്ളത്. ഈ വിഴിഞ്ഞത്തിന് തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ്. ഏറെ വിവാദത്തിന് ശേഷം വിഴിഞ്ഞം വന്നു. ഈ വിഴിഞ്ഞം ഏറ്റവും ആഴമുള്ള ഇന്ത്യയിലെ തുറമുഖമാണ്, ഏറ്റവും ആഴമുള്ള ഇന്ത്യൻ തുറമുഖം. അപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത, തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്താണ്. തെക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനമാണ് വിഴിഞ്ഞം. ആഴം കൂടിയ കടൽ തുറമുഖം ഏതെന്ന് PSC ചോദിച്ചിരുന്നു. ഉത്തരം വിഴിഞ്ഞം. ദിവ്യ അയ്യരാണ് വിഴിഞ്ഞത്തിൻ്റെ മേധാവി. തദ്ദേശീയമായി വ്യോമസേനയ്ക്ക് വേണ്ടി ഇന്ത്യ പുതിയ മിസൈൽ വികസിപ്പിച്ചു. ഇന്ത്യ തന്നെ സ്വന്തമായിട്ട് മിസൈൽ വികസിപ്പിച്ചു. നമ്മുടെ വ്യോമസേനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിഹാസ കഥാപാത്രം അർജുനന്റെ വില്ലായ ഗാന്ധീവത്തിന്റെ പേരാണ് ഇതിന് നൽകിയത്. അപ്പം അർജുനന്റെ പേരാണ് കൊടുത്തത്, ഗാന്ധീവത്തിന്റെ പേരാണ്. ഇതിനു മുൻപ് വികസിപ്പിച്ച അസ്ത്ര MK2 ഈ മിസൈലുകളുടെ പിൻഗാമിയാണ് ഗാന്ധീവ. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് ഒരു മിസൈല് കൊണ്ടുവന്നു. ഈ വ്യോമസേനയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അർജുൻ്റെ വില്ലായ ഗാന്ധീവത്തിൻ്റെ പേരാണിതിന് നൽകിയത്. നേരത്തെ അസ്ത്ര MK1 MK2 വിക്ഷേപിച്ചു. അതിൻ്റെ പിൻഗാമിയാണ് ഗാന്ധീവ. ഗാന്ധീവ ഇതിൻ്റെ പിൻഗാമിയാണ്. ക്ലിയർ ആണ്? അപ്പോൾ അടുത്ത ചോദ്യം, വനതാര വന്യജീവി പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? വനതാര വന്യജീവി പുനരധിവാസ കേന്ദ്രം ജാംനഗർ, ഗുജറാത്തിലാണ്. ജാംനഗറിലാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ പുതിയ സൗരദൗത്യമാണ് പഞ്ച്. സൗരദൗത്യത്തിൻ്റെ പേരാണ് പഞ്ച്. പ്ലാരിമീറ്റർ 2 യൂണിഫൈഡ് ദി കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ, ഇതാണ് ഫുൾ ഫോം പഞ്ച്. സൗരവാദം ഉറവിടങ്ങളെക്കുറിച്ച് ദൗത്യം മനസ്സിലാക്കും. എവിടെയാണ് സൗരവാദത്തിൻ്റെ ഉറവിടങ്ങൾ? വാദം എന്ന് വെച്ചാൽ കാറ്റ്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റിലാണ് പഞ്ച് വിക്ഷേപിക്കുന്നത്. സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റ് മനുഷ്യനക്ഷത്രങ്ങൾക്ക് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ച് എക്സ്റേ ഇത് ബഹിരാകാശത്ത് കാണുക എന്നുള്ളതാണ്.
അപ്പോൾ പിന്നെ മനുഷ്യ നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കാഴ്ചകളൊക്കെ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദൗത്യം. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് എന്താണ്? അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയ്ക്ക് പുതിയൊരു സൗരദൗത്യമുണ്ട്. ഈ സൗരദൗത്യത്തിൻ്റെ പേരാണ് പഞ്ച്. പൊളാരിമീറ്റർ ടു യൂണിഫൈഡ് ദി കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. ഹീലിയോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ സൂര്യനെയാണ്. കൊറോണ എന്ന് വെച്ചാൽ സൂര്യൻ്റെ ഔട്ടർ പാർട്ടിനെ കുറിച്ചാണ്, ഏറ്റവും പുറമേയുള്ള പാളി. അപ്പോൾ സൗരവാദത്തിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തുക. ഫാൽക്കൺ 9 ബ്ലോക്ക് 5 റോക്കറ്റിലാണ് പഞ്ച് വിക്ഷേപിച്ചത്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാണോ? ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ പൊളാരിമീറ്റർ ടു യൂണിഫൈഡ് ദി കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. ക്ലിയർ? അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ പുതിയ സൗരദൗത്യം ഇത് വ്യാഴാഴ്ചയാണ് വിക്ഷേപിച്ചത്. സ്പേസ് എക്സ് ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാവിലെ 8:39 വിക്ഷേപണം. പഞ്ച് ഒരു ചുരുക്ക പേരാണ് എന്ന് മനസ്സിലായി. സൂര്യന്റെ ഏറ്റവും പുറമേ പാളി കൊറോണയുടെ 3D ചിത്രങ്ങൾ പഞ്ച് തുടർച്ചയായി പകർത്തു. 3D ചിത്രങ്ങൾ പകർത്തു. കൂടാതെ സൂര്യനിൽ നിന്ന് സൗരയൂഥത്തിലേക്കുള്ള സൗരവാദത്തിൻ്റെ എങ്ങനെയാണ് പോക്ക് അതും പഞ്ച് പകർത്തു. സൗരവാദത്തിൻ്റെ ഉറവിടം പഠിക്കുക എന്നത് ഇതിൻ്റെ ഒരു പ്രധാന ദൗത്യമാണ്. ഇനി 140 പൗണ്ട് 63.5 കിലോഗ്രാം ഭാരമുള്ള 4 ചെറു പേടകങ്ങൾ പഞ്ചിലുണ്ട്. പ്രകാശത്തിൻ്റെ ധ്രുവീകരണ സ്വഭാവം ഉപയോഗപ്പെടുത്തിയാണ് പഞ്ച് പേടകങ്ങൾ കൊറോണ സൗരവാദത്തെ പഠിക്കുന്നത്. ഇനി മനുഷ്യനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചാണ് സ്ഫിയർ എക്സ് ബഹിരാകാശത്തെ കാണുക. സ്ഫിയർ എക്സ് ബഹിരാകാശത്തെ കാണുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. AZB അക്കാദമി ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിലൂടെ ലഭിക്കുന്നതാണ്. ഈ കാണുന്ന നമ്പറിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിച്ചു ചോദിക്കാം. വളരെ മികച്ച അധ്യാപകർ, ചിട്ടയോടുകൂടി ഒരു പഠനം, മികച്ച രീതിയിലുള്ള മോട്ടിവേഷൻ, PDF അവൈലബിൾ ആണ്. ലൈവ് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ AZB അക്കാദമിയിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളും കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ മികച്ച രീതിയിൽ പഠിച്ചുകൊണ്ട് വിജയം സ്വായത്തമാക്കാം. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു കറണ്ട് അഫയേഴ്സുമായി നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും ബൈ.